ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓണമായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെയാണ് എത്തിയത്. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. ഇതാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന വലിയ പൂക്കളം. അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുങ്ങാനായിട്ട് പോയി. തന്നെ എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വലിയവർക്ക് സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരിരുത്തി ഫസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും വിളമ്പി കുറേ തരം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 10-24 കറികളോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അവരുടെ ട്രിപ്പ് കഴിഞ്ഞ് അടുത്തത് ഞങ്ങളുടെ സെക്ഷനായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. അതപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിച്ച് എല്ലാവരും ഞങ്ങൾ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വിളമ്പി അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സദ്യ കഴിക്കാനായിട്ട്. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ ഓലനായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാളനൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഇപ്രാവശ്യത്തെ കാളനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരാൾ ഫസ്റ്റത്തെ ട്രിപ്പ് തൊട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാണ് ഇലു. അവളുടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കഴിക്കാം. കാരണം പായസം പപ്പടം കൂട്ടി കഴിക്കാനുള്ളതാണ്. പരിപ്പ് പായസം എനിക്ക് ഇഷ്ടമൊന്നുമല്ലാത്തതാണ്. പക്ഷെ സദ്യയുടെ കൂടെ ഞാൻ ഇങ്ങനെ കുറച്ച് പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം പാലട പായസം തന്നെയാണ്. പാലട ഇല്ലാണ്ടൊരു ഓണമില്ല. എനിക്ക് പായസം എന്ന് വെച്ചാൽ പാലട മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൂട്ടി പപ്പടം കൂട്ടി നല്ലൊരു പെടപടച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ചിലവർക്ക് ഇഷ്ടമാവും ഈ കോമ്പിനേഷൻ, ചിലവർക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലടയിൽ പപ്പടം കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരാളുടെ സദ്യ കഴിഞ്ഞിട്ട് പായസത്തിൽ ചോറ് കൂട്ടി കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അതവിടെ ഇരുന്ന് കുറേ അത് കഴിഞ്ഞിട്ട് അത് വേസ്റ്റാക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ കോമാളി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്ന സദ്യ. നല്ല സദ്യയായിരുന്നു. എല്ലാവരും തലേ ദിവസം രാത്രി തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഫോട്ടോസ് എടുത്ത് ഇതെൻ്റെ ചേച്ചിയാണ്. പിന്നെ അന്ന് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന അമ്മയുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ഫോട്ടോയാണ്. ഞങ്ങൾ 4 പേരുള്ളൊരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ, അങ്ങനെ കുറേ ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.